ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു ഓൺലൈൻ ഷോപ്പിംഗ് ആയിട്ടാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഓൺലൈനിൽ ഇത്രയും പ്രൊഡക്റ്റ് ഞാൻ വാങ്ങുന്നത്. നാട്ടിൽ ഒരു 8,000 ആ ഒരു റേഞ്ചിൽ വരുന്ന ഞാൻ പർച്ചേസാണ് ചെയ്തിട്ടുള്ളത്. അത് കിഡ്സിൻ്റെ ആണ് കേട്ടോ. അപ്പം GCCയിൽ പോപ്പുലറായിട്ടുള്ള ഒരു ആപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായത്. ടെമോയിലാണ് വാങ്ങിയിട്ടുണ്ടായത്. ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ആ ഒരു ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ട് വർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഇതാണ്. ഞാൻ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയാണ് വാങ്ങിയിട്ടുണ്ടായത്. ബ്രദറിൻ്റെ കുട്ടിക്കും എൻ്റെ മോക്കും കൂടിയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത് കേട്ടോ. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഇത് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഞാൻ എല്ലാ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസും ഞാൻ വീഡിയോൻ്റെ സൈഡിലായിട്ട് കൊടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ്, ഈ ഒരു ഡ്രസ്സാണ് വാങ്ങിയിട്ടുണ്ടായത്. നമ്മൾ വാങ്ങിയിട്ടുണ്ടായത് 2 വയസ്സിൻ്റെ ഒരു സൈസാണ് എടുത്തിട്ടുണ്ടായത്. ഈ ഒരു ക്ലോത്താണ്, അടിപൊളി ക്ലോത്താണ് കേട്ടോ. ഇത് ഒരു എന്താ പറയുക തായ്പോയി. അപ്പം ഇതൊരു എന്താ പറയുക, ഒരു നൈസായിട്ടുള്ളൊരു ക്ലോത്ത് കോട്ടനാണ്. അപ്പം ഞാൻ ഡീറ്റെയിൽ എന്തായാലും പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിലുകൾ ഞാൻ എന്തായാലും ഇതിൽ കൊടുക്കാം കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റാണ്, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി. സെക്കൻഡ് വാങ്ങിയിട്ടുണ്ടായത് ഒരു ഷർട്ടാണ് കേട്ടോ, ബോയ്സിൻ്റെ. ഇത് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട് കേട്ടോ. ഇതും 2 വയസ്സിൻ്റെതാണ് വാങ്ങിയിട്ടുണ്ടായത്. ഇതും എനിക്ക് വലുതാണ്, പക്ഷേ നല്ല രസമുണ്ട്. അതുകൊണ്ട് റിട്ടേൺ ആക്കാണ്ടെന്ന്. നല്ല രസമുണ്ട്. പോക്കറ്റ് ഒക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് മെഹറിൻ്റെ. ഇത് മെഹർക്ക് വാങ്ങിയതാണ്, ഗേൾസിൻ്റെതാണ്. ഓളെ വയസ്സെന്ന് പറയുന്നത് 4 വയസ്സായി. അപ്പോൾ ഞാൻ എടുത്ത സൈസ് എന്ന് വെച്ചാൽ 5 to 6 ആണ് ഞാൻ എടുത്തിട്ടുണ്ടായത് സൈസ്. അതും താഴത്ത്. അപ്പം ഇങ്ങനെ വരുന്നത് ഒരു ജാക്കറ്റ്, പിന്നെ ഒരു ഫ്രോക്കായിട്ട്. നല്ലൊരു അംബർല ആയിട്ടുള്ള ഒരു ഫ്രോക്ക്, നല്ല രസമുണ്ട്. മെഹറൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇതെനിക്ക് എപ്പോൾ ഇട്ടരാമെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടുണ്ട്. നമ്മളൊന്ന് പുറത്ത് പോകുമ്പോൾ നമുക്ക് ഇടാമെന്ന്. ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ജാക്കറ്റ്, പിന്നെ ഒരു ബെൽറ്റ്. ഇത് സെറ്റ് ചെയ്തിട്ട് വരുമ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഈ ഗേൾസിന് ഇങ്ങനെ ഹെയർ ബാൻഡ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട്, ഈ ഡ്രസ്സിന് കൂടെ ഇങ്ങനെ ഹെയർ ബാൻഡൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവട്ടെ ഇത് സെറ്റായിട്ട്. ഡ്രസ്സ് ഇതൊരു ജംപ് സൂട്ടാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജംപ് അങ്ങനത്തെ ഡ്രസ്സ്, കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് ഒക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇങ്ങനത്തതാണ്. അപ്പം ഇപ്പോൾ എൻ്റെ വീട്ടുകാർ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും മെഹറൊക്കെ ഏറ്റവും കൂടുതലുള്ള ഡ്രസ്സ് ഇങ്ങനത്തതാണ്. എപ്പം പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കുന്നുണ്ടെങ്കിലും വെറുതെ നമുക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ കൂടുതൽ എടുക്കുന്ന ഡ്രസ്സാണ് ഇങ്ങനത്തെ ഡ്രസ്സ്. അതും എന്തെങ്കിലും ഡ്രസ്സ് എടുക്കുമ്പോൾ ഉൾക്കൊരു ജീൻസിൻ്റെ ടച്ച് എന്തായാലും ആ ഡ്രസ്സിനുണ്ടാവും. ജീൻസിൻ്റെ ടച്ച് എന്താണെന്നറിയില്ല, എനിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമാണ് ഈ ജീൻസ് ടച്ച് ആയിട്ട് വരുന്നത്. ഒന്നെങ്കിൽ ക്ലോത്തിന് എവിടെയെങ്കിലും ആയിട്ടൊരു ജീൻസിൻ്റെ വേണ്ടി ഇതുണ്ടാവും. അപ്പം രണ്ടാമത് വരുന്നത് ഇതാണ് കേട്ടോ. അല്ല സോറി, രണ്ടാമതെന്ന് പറയാം, 4ാമത്തെ സെറ്റ് എന്ന് പറഞ്ഞത് ഇതാണ്. ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് വൈറ്റിൽ. ഇതിൻ്റെ 2-3 മോഡൽ ഉണ്ട്, പക്ഷെ എനിക്കിതാണ് ഇഷ്ടമായത്. ഇങ്ങനെ സ്ലീവൊക്കെ ഇങ്ങനെയായിട്ടാണ് വരുന്നത്, ഡ്രസ്സിലെ. ഇത് ഫുൾ സ്ലീവ് കുറച്ച് വലുത്താണ്.
ഇതാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇത് കുറേ ആയിട്ട് കാണുന്നുണ്ട്. വാങ്ങണം എന്നൊരു കൺഫ്യൂഷൻ ഇങ്ങനെ നിന്നുണ്ട്. ലാസ്റ്റ് അത് വാങ്ങി. ഇതിൻ്റെ പുറത്തായിട്ട് ഈ ഡ്രസ്സിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു ജാക്കറ്റും കൂടി ഉണ്ട് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ സെറ്റായിട്ട് വരും. ഇതിൻ്റെ എല്ലാത്തിനും അടിപൊളി ക്ലോത്താണ് കേട്ടോ. അടിപൊളി ക്ലോത്താണ്. നമുക്ക് പിന്നെ ഇത് ഇങ്ങനെ ആയിട്ട് നമുക്കിപ്പോൾ വേറെ ഡ്രസ്സിൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റും. ഞാനിങ്ങനെ തിങ്ക് ചെയ്യും, ഈ ഡ്രസ്സ് കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്യാം, ഉള്ളിലിങ്ങനെ ബ്ലാക്ക് പാൻറ്റ് ബ്ലാക്ക് ഇട്ടിട്ട് ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്തതിനാൽ നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് രണ്ടാമത്തെ പോയിൻ്റാണ്. ഇത് സെറ്റായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസിന് എല്ലാം ഭയങ്കര വേർത്തായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തത്. ഇങ്ങനെ പ്രിൻ്റ് വരുന്ന ഷർട്ട്, പിള്ളേരെ ഷർട്ട് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസം. ഇങ്ങനെ ഷർട്ടിന് ഇങ്ങനെ പ്രിൻ്റൊക്കെ ആയിട്ട് വരുന്നത്. ഇത് മെഹറൻ്റെയാണ്. നല്ല രസമില്ലേ ജീൻസിൽ ഇങ്ങനെ ഹേർട്സൊക്കെ വന്നിട്ട്. ഞാൻ മെഹ്റാക്ക് ഇതുപോലത്തെ ഡ്രസ്സ് ഞാൻ അന്നേരം നാട്ടിലുള്ളപ്പം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷോപ്പിൽ നിന്ന് വന്നിട്ട് പർച്ചേസ് ചെയ്ത്. അതെനിക്ക് തോന്നുന്നു 2000 ആ ഒരു റേഞ്ചിലാണ് ഞാൻ ഒരൊറ്റ ഡ്രസ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത്. പക്ഷേ ഇവിടുന്ന് നല്ല വേർത്താണ് ഈ ഡ്രസ്സൊക്കെ. ഇതായി വരുന്നത് സെറ്റായിട്ടാണ്. അതിൻ്റെ ടോപ്പ് ഫുൾ സ്ലീവാണ്, ഫുൾ ഹേർട്സ് ഡിസൈൻ ആയിട്ടുള്ളത്. ഇത് ബോയിൻ്റെയാണ് കേട്ടോ. ഇതിങ്ങനെ സെറ്റായിട്ട് വരുന്നതാണ്. ഇതൊരു നൈസായിട്ടുള്ളൊരു ക്ലോത്താണ് കേട്ടോ. ഇത് വീഡിയോയിൽ മനസ്സിലാവുന്നൊന്നും അറിയില്ല. നൈസായിട്ടുള്ളൊരു ക്ലോത്താണ്. മമ്മ ഈസ് ബോയ്. ഇതാണ് ഇതിന് എന്താ പറയുക, ഇതിൻ്റെ ഷർട്ട് ടീഷർട്ടൊക്കെ എനിക്ക് കണക്കാം. പക്ഷെ എനിക്ക് വരുന്ന ഈ 3/4 പാൻറ്റ് അങ്ങനത്തെ ഒക്കെ എനിക്ക് വലുതായിട്ടാണ്. കുറച്ച് വലിയ ഒരു 2 വയസ്സിൻ്റെത് എടുത്തത്. പക്ഷെ ഒരു 3 വയസ്സിൻ്റെ സൈസുണ്ട്. നല്ല സൈസുണ്ട് പാൻറ്റൊക്കെ. ഇപ്പോഴേ ഇടാൻ പറ്റില്ല. പക്ഷേ ടോപ്പൊക്കെ ഇപ്പം കറക്റ്റാണ്. ഇത് ബോയ്സിൻ്റെ പർച്ചേസ് നമുക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഈ ഒരു ഡ്രസ്സ്. ഏറ്റവും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ മെഹ്റാൻ്റെത് ജെൻസ് സൂട്ട് ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുപോലത്തെ ബോയ്സിൻ്റെ ആട്ടേത്. ഇതാണ് ഉള്ളിൽ നിറം വരുന്നത് വൈറ്റ്. എനിക്ക് വൈറ്റ് കളറിനോടും ഭയങ്കര ഇഷ്ടമായിട്ടത്. ഇനി വൈറ്റ് ഷൂ ഒക്കെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. ഒരു ഓവർ സൈസാണ്. പിന്നെ 2 ആണ് കൊടുത്തത് സൈസ്. പക്ഷേ ഭയങ്കര വലുതാണ്. മെഹറക്ക് പിടിക്കാൻ ഞാൻ നോക്കി. പക്ഷേ മെഹറക്ക് പിടിക്കുന്നില്ല. മെഹറക്ക് കുറച്ച് ടൈറ്റാണ്. അപ്പം ഇത് ഭയങ്കര രസമുണ്ട്. ഇതിൻ്റെ സൈസ് എടുക്കുന്ന ആൾ ഇപ്പം 1 വയസ്സുള്ള കുട്ടികൾക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു വയസ്സിലെ കുട്ടികൾക്കാണെങ്കിൽ 2 വയസ്സിൻ്റെ എടുക്കരുത്. ആ ഒരു സൈസ് കറക്റ്റ് സൈസ് തന്നെ എടുക്കാം. ഓക്കെ, രസമില്ലേ? വൈറ്റ് ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ വേറെ ഡ്രസ്സ്, ഇതും അടിപൊളിയാണ്. ഇത് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബോയ്സിൻ്റെ ഡ്രസ്സ് വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സൊക്കെ എന്തായാലും വാങ്ങണം കേട്ടോ. വയസ്സിലെ നല്ല ഇങ്ങനെ ഒരു പ്രിൻ്റൊക്കെ ആയിട്ട്. ഇതും കോട്ടനാണ് കേട്ടോ വരുന്നത്.
നമ്മൾ ഈ ഫോട്ടോയിൽ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് ഡയറക്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇതിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ. പക്ഷേ ഫോട്ടോയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ സാധനം ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ പെയർ. ആ ഷർട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഇതിന് വന്ന് ജീൻസിനും കൊടുത്തിട്ടുണ്ട്. സൈഡിൽ പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചെറിയ കുട്ടികൾ നല്ല ക്യൂട്ട് ഡ്രസ്സ് ഇട്ടിട്ട് കാണാൻ ഭയങ്കര രസമല്ലേ. ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത് ഷർട്ടാണ്. ഷർട്ട് ടൈപ്പാണ് എനിക്ക് കൂടുതൽ എടുത്തിട്ടുള്ളത്. എനിക്ക് അങ്ങനത്തെ ഇട്ടിട്ട് കാണാൻ വേണ്ടിക്ക് ഒരു പ്രത്യേകത ഭംഗിയായിട്ട. ഈ കുഞ്ഞി ഒരു എന്താ പറയുക, എന്തൊരു ഭയങ്കര ക്യൂട്ടാണ്. ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇതിൻ്റെ ക്ലോത്ത് മാറ്റമുണ്ട്. അതിൻ്റെ പേരാണ് ഇത് ജീൻസ്. ഇതൊരു ലൈറ്റ് കളർ ആയിട്ടുള്ള ജീൻസാണ് കേട്ടോ വരുന്നത്. ഇതും ഓവർ സൈസാണ്. ഷർട്ട് കണക്കാണ് എനിക്ക്, പക്ഷേ പാൻറ് കുറച്ച് ഓവർ സൈസാണ്. ഐ ലവ് ദിസ്. അടിപൊളിയാണ്. വൈറ്റാണ്. നല്ല രസമില്ലേ? ഒക്കെ സൈഡിൽ ക്യൂട്ട്. ഇത് ഈ ഒരു സെറ്റിൻ്റെ ഈ ഒരു പാൻറ്റും ഞാനിപ്പം ഇതിന് മുമ്പ് കാണിച്ച പാൻറ്റും ഏകദേശം ഒരേ കളർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു 3 സെറ്റ് കോംബോ ആണ്. ഇതിൻ്റെ പാക്കറ്റ് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്ത് മിസ്സായി. അപ്പോൾ ഇതാണ് ക്ലോത്ത് വരുന്നത്. ഒരു നൈസ് ക്ലോത്ത്, എന്താ പറയുക, ക്ലോത്തിന് കരിയില ഡീറ്റെയിൽ കൊടുക്കുക. സൈഡിൽ ഇങ്ങനെ പോക്കറ്റൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ 3 കളറാണ് വരുന്നത് കോംബോയിൽ. 3 അടിപൊളിയാണ്. പിന്നെ വരുന്നത് സെപ്പറേറ്റ് നമ്മൾ ഒരു ജീൻസും കൂടി വാങ്ങിയിട്ടുണ്ടായിന്. ഇത് ഏകദേശം ആ സെറ്റിൽ വരുന്ന ആ ഒരു കോംബോ സെറ്റിൽ വരുന്ന ഒരു പാൻറ് പോലെ തന്നെ ഉണ്ട് കേട്ടത്. ഒരു ചെറിയൊരു അതൊരു ലൈറ്റ് കളർ, ഇത് ജസ്റ്റ് ഒരു ഡാർക്ക് കളർ, അങ്ങനെ ജസ്റ്റ്. അപ്പം ഇത് കഴിഞ്ഞു ഫിനിഷ്. ടോട്ടൽ 14 പ്രൊഡക്റ്റാണ് മറ്റും നമ്മൾ വാങ്ങിയിട്ടുണ്ടായത്. പക്ഷെ അടിപൊളിയാണ്, എന്തുകൊണ്ട് വേർത്താണ്. നല്ല ഡ്രസ്സുണ്ട് കാണാൻ വേണ്ടിക്ക്. പിന്നെ എല്ലാം നല്ലൊരു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ് മൊത്തത്തിൽ വരുന്നത്. അപ്പം ലിങ്ക് വേണ്ടവർ എന്നാൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഡ്രസ്സിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോയുടെ സൈഡിലായിട്ട് കൊടുക്കാം, അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ കൊടുക്കാം. പിന്നെ അപ്പം എത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓൺ വോയിസ് ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ ക്യാമറ ഒക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് മാറ്റാം, ചേഞ്ച് ചെയ്യാം. പിന്നെ ഇപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ.